ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മോളുടെ കേക്ക് കട്ടിങ്ങിൻ്റേതും അതുപോലെ തലശ്ശേരി ബിരിയാണി എൻ്റെ രീതിയിൽ ഞാൻ തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടാലോ. ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് അതുപോലെ മസാലകളെല്ലാം പുരട്ടി വെച്ചതാണ്. ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മസാല തയ്യാറാക്കുന്ന ചെമ്പിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതിൽ തന്നെ മസാല ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് അതിൽ വരും. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതുപോലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള നീളത്തിലരിഞ്ഞതാണ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, മല്ലിച്ചപ്പ്, കറിവേപ്പില, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി. അപ്പോൾ ഈ ചിക്കനെല്ലാം ഒന്ന് വറുത്ത് കോരട്ടെ. ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലിട്ട് വറുത്ത് കോരാം. ആ ഒരു നെയ്യിൽ തന്നെ സവാള വഴറ്റിയെടുക്കാം. ആ ഒരു നെയ്യിൽ തന്നെ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ഒരു ടേസ്റ്റ് അതിലുണ്ടാവും. അപ്പോൾ സവാള വേഗത്തിലൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. സവാള നല്ലതുപോലെ വഴന്ന് കിട്ടണം. വഴന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക് നല്ലതുപോലെ മിക്സിയിലിട്ട് ചതച്ചതാണ്. അപ്പോൾ അത് 3 ഇട്ട് കൊടുക്കുക. ഒരു പച്ചമണം പച്ച ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം അതിലോട്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണം. അതുപോലെ അതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികളെല്ലാം ഇട്ടതിന് ശേഷം കറിവേപ്പിലയും മല്ലിച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. മസാലേൻ്റെതും അതുപോലെ മല്ലിച്ചപ്പും കറിവേപ്പിലേൻ്റെയും ഒക്കെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ചിലരൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് മസാല ഒരു വല്ലാത്തൊരു പരുവത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വെള്ളമൊന്നും ഒഴിക്കാണ്ട്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ തക്കാളിയിലും സവാളയിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ചാൽ തന്നെ ആ ഒരു ചിക്കന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ റൈസ് തയ്യാറാക്കാം. അപ്പോൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അതുപോലെ RKG ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ തന്നെ ചെയ്യുന്നത് അണ്ടിപ്പരിപ്പും കിസ്മിസ്. അപ്പോൾ അത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ തന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കാം. സവാള കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് തയ്യാറാക്കുന്ന ചെമ്പിൽ തന്നെയാണ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറെ തന്നെ നെയ്യൊക്കെ ഇട്ട് സവാളയും അതുപോലെ കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ വേറെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വറുത്തിട്ടാണ് റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു നല്ലതുപോലെ ഒന്ന് വറന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു വറുത്തതിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ആ ഒരു അളവാണ് കറക്റ്റ്. അതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. പച്ചവെള്ളമൊന്നും ആയി പോകരുത്. അപ്പോൾ തിളച്ച വെള്ളത്തിലാണ് ഇത് വെന്ത് വരേണ്ടത്. റൈസായി കിട്ടേണ്ടത് തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ ഒരു കൈയളവാണ്, വെള്ളമൊക്കെ കൈയളവാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ ഒരളവ് കുറച്ചൊരു മുന്നിൽ നിൽക്കണം ഉപ്പ്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കിലോ റൈസാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. അതൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ മേലെ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ നേരത്തെ വറുത്ത് കോരിയ സവാളയിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൈസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് അപ്പുറം ഇപ്പുറമായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ അത് ആ റൈസിൻ്റെ അരി അങ്ങനെ ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഉടയാത്ത രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ 2-3 തവണ വേവിച്ചെടുക്കണം. കാരണം സ്റ്റൗവിൽ നിന്ന് ആക്കുന്നതല്ലേ, മറ്റേ ഗ്യാസിൽ നിന്ന് ആക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേഗത്തിലൊന്നും കിട്ടൂല. അതുപോലെ നമ്മൾ അടുപ്പത്ത് നിന്ന് ആക്കുന്നതാണെങ്കിൽ വേഗത്തിൽ അത് റെഡിയായി കിട്ടും. സ്റ്റൗവിൽ നിന്നൊന്ന് ശ്രദ്ധിക്കണം. വെന്ത് വരാൻ കുറച്ച് കൂടുതൽ റൈസെല്ലാം ആണെങ്കിൽ കുറച്ച് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അങ്ങനെ 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റൈസ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിലോട്ട് വറുത്ത് കോരിയ സവാള ഒന്ന് അതിൻ്റെ മേലെ, ഈ റൈസിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും വിതറി കൊടുക്കുക.
അതുപോലെ ദം ചെയ്യുക. ദം ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മസാലയിൽ ഫസ്റ്റിലെ വറുത്ത് കോരിയ സവാള ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. അതൊന്ന് വിട്ടുപോയി. നാരങ്ങൻ്റെ നീര് അതിൽ കുറച്ച് കളർ ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിൽ തന്നെ കുറച്ച് സവാള വറുത്ത സവാളയും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് കുറച്ച് വിട്ടുപോയി. അപ്പോൾ അപ്പോൾ ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് റൈസ് ഈ മസാലേൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അതുപോലെ വറുത്ത സവാള ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് കളറ് നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ദം ചെയ്യുന്നേരം ചുറ്റും മൈദപ്പൊടിയൊന്നും കലക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്താൽ തന്നെ അത് ദമ്മായി കിട്ടും. അപ്പോൾ അടച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ അപ്പോൾ റൈസും അതുപോലെ മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദം ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കുറച്ച് കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കുക. അപ്പോൾ ദമ്മ് പൊട്ടിക്കാനൊന്നുമില്ല, അതിൻ്റെ മേലെ വെയിറ്റുള്ള ഒന്ന് വെച്ചെടുത്തന്നേ ഉള്ളൂ. അല്ലാതെ മൈദപ്പൊടി കലക്കിയിട്ടൊന്നും സൈഡിലൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അതുപോലെ ഒന്ന് അതിൽ നല്ല ചൂട് വന്നാൽ തന്നെ ദമ്മായി. അപ്പോൾ അത് അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ആ റൈസിലോട്ട് ഈ മസാലയിൽ ഇട്ട റൈസ് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ തലശ്ശേരി ബിരിയാണി റെഡി. എല്ലാവരും ഒന്ന് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത് പറയുന്നതല്ല, നല്ല അടിപൊളിയായിട്ടോ. അപ്പോൾ ഞാൻ ആക്കിയത് കൊണ്ട് പറയുന്നല്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറായിക്കോട്ടെ, ചോറ് വറുത്ത് വരുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങിലേക്കൊന്ന് പോയാലോ? അപ്പോൾ മോൾക്കൊരു വയസ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബായ്.